കേരളത്തിലെ ചില ആദർശ ധീരന്മാരായിട്ടുള്ള നേതാക്കന്മാർ. ഈ ആദർശ ധീരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലതുപക്ഷക്കാരും ഒപ്പം തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങളുമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും താൻ ആദർശ ധീരനാണെന്ന് പത്രത്തിലെ ചില സംഘപരിവാർ ബുദ്ധികൾ എഴുതി പൊലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ അഭിരമിച്ച് നടക്കുന്ന നേതാക്കന്മാരോട് തുടക്കത്തിലെ പറയാനുള്ള ഒരു കാര്യം, ഈ ആദർശം എടുത്ത് ഉരുട്ടി ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരത്തില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ ആദർശം കൊണ്ടല്ല, എങ്ങനെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രാഥമികമായി വേണ്ടത് ആദർശം എടുത്ത് ഉരുട്ടലല്ല, അതിന് വേണ്ടത് ഫണ്ടാണ്. ഈ നാട്ടിലെ നികുതിപ്പണം GST മുഖേന കേന്ദ്രം കൊണ്ടുപോവുകയാണ്. കേന്ദ്രം കൊണ്ടുപോയതിനു ശേഷം അതിൽ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ബ്രാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ ഫണ്ട് തരാതിരിക്കുമ്പോൾ പല സന്ദർഭത്തിൽ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഓരോ മേഖലയിലും ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ പുതിയ GST പരിഷ്കരണം വന്നപ്പോൾ വീണ്ടും 10,000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ നാടിന് ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോകുന്നത്. അതിനെ മറികടന്ന് പോകാൻ വേണ്ടിയുള്ള ഓരോ നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ കിട്ടാനുള്ള ഒരു ഫണ്ടും വേണ്ട, ആദർശം എന്ന ഉണ്ടംപൊരി എടുത്ത് നേരെ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് ഇതാണ് ഇടതുപക്ഷത്തിന്റെ ആദർശമെന്ന് ഞങ്ങളുടെ നാട്ടിലെ മാധ്യമങ്ങളും വലതുപക്ഷക്കാരും പറയുന്ന നല്ല സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇതുമായി മുന്നോട്ട് ചെല്ലണം. അല്ലാതെ നമ്മൾ ഇരിക്കുന്ന അധികാര കസേര ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് നല്ല കാര്യം ചെയ്തു കൊടുക്കണം, അതിന് എന്തൊക്കെ നീക്കുപോക്കും ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ചെയ്യേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറേണ്ടതാണ് ഓരോ രാഷ്ട്രീയക്കാരും. ഈ ആദർശം എന്ന ഉണ്ടംപൊരിയും മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള ക്ലീൻ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്തായിരുന്നു ആ ആദർശം കണ്ടിട്ട് ജനങ്ങൾ കൊടുത്തിട്ടുള്ള പ്രതികരണം? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള 18 ഇടങ്ങളിലും എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ അവിടെ വിജയിച്ച മാതൃകയാക്കണമെന്നുണ്ടായിരുന്നു.